ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. എന്നെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച പ്രിയ ദേവദാസി ഓർത്ത്, സന്ധ്യ സിസ്റ്റർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ മകളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒന്നോ രണ്ടോ മീറ്റിങ്ങിലാന്ന് തോന്നുന്നു നിങ്ങളോടൊപ്പം ഒക്കെ ആയിരിക്കാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഒരുമിച്ച് വചന ശുശ്രൂഷിപ്പാനും അനുഭവ സാക്ഷ്യങ്ങളെയൊക്കെ പങ്കുവെക്കുവാനും ദൈവം ഭാഗ്യം തന്നു. അത് ഓർത്ത് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി, അത് നന്മയായി ഞാൻ കണക്കാക്കുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് ഇന്ന് പകൽക്കാലം ഇടപെടണം. മാനുഷികമായ ഒരു ശബ്ദം നമ്മൾ കേൾക്കരുത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആത്മാവിൽ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തില് ഞാനുണ്ടെന്നരളിച്ച ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ കയറിയപ്പോൾ നിങ്ങൾ എല്ലാവരും ആത്മാവിന്റെ നിറവോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് കേൾപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്. ഈ പ്രാർത്ഥന വലിയ വിടുതലാണ്. ദൈവ പ്രവൃത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും. ആത്മാവിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, ചില അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. നുകത്തിന്റെ അമ്മിക്കയറുകളെ പൊട്ടിക്കുന്ന നമ്മൾ പോലും അറിയാതെ തന്നെ ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ അഴിയപ്പെടുക തന്നെ ചെയ്യും. എവിടെയൊക്കെ ജനം ഒരുമനപ്പെട്ട് ഐക്യതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഇങ്ങനെ അയ്യോ അത് തരണമേ, ഇത് തരണമേ, എനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരിയായി ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ പ്രഭാതത്തിൽ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കർത്താവ് പകരട്ടെ. ഒരു നിമിഷം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞൊരു വാചകം ഇങ്ങനെയുണ്ട്: പ്രാർത്ഥന ദേഹിക്കൊരു പരിചയും ദൈവത്തിനൊരു യാഗവും പിശാചിനൊരു ചാട്ടയുമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ദേഹിക്ക് ഒരു പരിചയും ദൈവത്തിനൊരു യാഗവും പിശാചിന് ഒരു ചാട്ടയുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങൾ ചെയ്തത് പിശാചിനോട് പോരാടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. അത് നമ്മുടെ ദേഹിക്ക് പ്രാർത്ഥന, നമ്മുടെ ശരീരത്തിന് ഒരു പരിചയാണ്. പരിച. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ അതൊരു യാഗമായി വെളിപ്പെട്ട് വരിക. പിശാചിന് ഒരു ചാട്ടയായി അത് മാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങൾ വളരെ ശക്തിയോടെ, ബലത്തോടെ, അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് മുമ്പാകെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ ഞങ്ങളുടെ മതത്തിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാക്ഷി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിനെ പറ്റി ഞാനൊരു സാക്ഷി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള അതാണ് എനിക്ക് ഓർമ്മ. എങ്കിലും ഞാൻ വീണ്ടും അത് നിങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന കണ്ടപ്പോൾ വീണ്ടും അതെനിക്ക് പറയണമെന്നുള്ളൊരു ആത്മപ്രേരണ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങള് കണ്ണൂരിന്റെ ദേശത്താണ് ഞങ്ങൾ ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കണ്ണൂരാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ട് 14 വർഷത്തോളമായി. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഒരു പുതിയ പ്രവർത്തനമായിട്ടാണ് ഇവിടെ കടന്നു വരുന്നത്. ഒരു പുതിയ പ്രവർത്തനം. കേവലം 3 കുടുംബങ്ങൾ ഇവിടെ വളരെ ദൂരം. നിങ്ങൾക്ക് അറിയാമല്ലോ, മലബാർ, കണ്ണൂര്, കാസർഗോഡ് എന്ന് പറയുന്നത് കേരളത്തിന്റെ നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് കണ്ണൂരും കാസർഗോഡ് എന്ന് പറയുന്നത്. ദൈവ മക്കൾ വളരെ കുറവായിട്ടുള്ള ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 10-25 കിലോമീറ്റർ അകലെയാണ് ഒരു ആലയമുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ വളരെ ദൂരത്തിലാണ്. അപ്പൊ അത്രയും ദൂരത്തിൽ കടന്നുപോയി ആരാധിക്കുന്ന ദൈവ മക്കൾ ഹല്ലേലൂയ പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു പുതിയ പ്രവർത്തനമായി ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
2-3 കുടുംബങ്ങളാണ്. ഞങ്ങൾ ഒരു വാടക കെട്ടിടത്തിൽ ആരാധന തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മകൾ അക്സ, അതിന്റെ താഴെയുള്ള മോൻ അബിയേസർ, ഏറ്റവും ഇളയ മോൻ ആശിഷ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ഷിജു എന്നാണ്. എൻ്റെ പേര് ഷീബ ഷിജു. ഞങ്ങൾ ഇത്രയും പേര് 5 പേര് ഇവിടെ കടന്നു വന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ഒരുമിച്ചുള്ള പ്രാർത്ഥന ആരംഭിക്കാൻ തുടങ്ങി. ആ ചെറിയ കുടുംബങ്ങളാണ്, 3 കുടുംബങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന ശക്തമായി ഹല്ലേലൂയ ദേശത്ത് ദൈവം വലിയ ദൈവ പ്രവർത്തികൾ ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇവിടെ ദേശത്ത് സ്വന്തമായ ഒരു സ്ഥലം നൽകി തരുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ പാഴ്സനേജും ആരാധനാലയം ഒക്കെ ദൈവം തരുവാൻ തക്കോണിടയായി തീർന്നു. ദൈവമക്കളെ, ആരാധനാലയത്തിന്റെ ആ പണിയുടെ ആ സമയത്ത്, ആ കട്ടളവെപ്പിന്റെ സമയത്ത് ഞങ്ങളുടെ മൂത്ത മകൾ അക്സാക്ഷിച്ചു കുഞ്ഞ് അന്ന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2019 കാര്യമാണ് ഞാൻ പറയുന്നത്. 2019 മാർച്ച് മാസം 1-ാം തീയതിയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വിടുതൽ വളരെ വലുതാണ്. എവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തില് ഞങ്ങൾ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എന്നാരംഭിച്ച അന്നു മുതൽ ഈ ദേശത്ത് ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങിക്കൊണ്ടിരുന്നു. 2019 മാർച്ച് മാസം 1-ാം തീയതി ചർച്ചിന്റെ കട്ടളവെപ്പായിരുന്നു. ചർച്ചിന്റെ കട്ടളവെപ്പ് നടക്കുന്ന സമയത്ത് അന്ന് കുഞ്ഞിന് എക്സാം ഉണ്ടായിരുന്നു. മൂത്ത മകൾ അക്സയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഉള്ളത്. കട്ടളവെപ്പിന് ഒത്തിരി ദൈവദാസന്മാരും ദൈവജനം എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളും നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുഞ്ഞിന്റെ എക്സാം ഉച്ച കഴിഞ്ഞാണ്. അന്ന് 7ാം ക്ലാസ്സിൽ മാത്രമേ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്കൂൾ ബസ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങള് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമായപ്പോൾ ചർച്ചിലെ ഒരു വിശ്വാസി കുഞ്ഞിനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടു. കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവിട്ടു. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് വേറൊരു കുഞ്ഞും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ 5 മക്കളാണ്. വേറെ ഇവരെല്ലാവരുടെ ഫ്രണ്ട്സ് 5 കുഞ്ഞുങ്ങള് എക്സാമിന് പോയി. അവർ എക്സാം കഴിഞ്ഞു. ഹല്ലേലൂയ. മടങ്ങി വരുന്ന സമയത്ത്, ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കട്ടളവെപ്പായിരുന്നു. കട്ടളവെപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ചർച്ചിലെ ഒരു അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. അമ്മച്ചി വല്ലാത്ത ശാരീരികമായ പ്രയാസങ്ങളൊക്കെ, അങ്ങനെ ശാരീരികമായി ബെഡിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഓടി, ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓടി അമ്മച്ചിയുടെ അടുത്തിലേക്ക് ചെന്നു. അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കാരായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു ശേഷം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പാസ്റ്റർക്ക് പ്രാർത്ഥിക്കുവാൻ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് പ്രാർത്ഥന നിർത്തുവാൻ കഴിയുന്നില്ല. ആത്മാവിൽ അന്യ ഭാഷയിൽ കുറെ നേരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാശ്രിപ്രകാരം ചില വാചകങ്ങൾ ഉരുവിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അനർത്ഥങ്ങൾ വഴിമാറിപ്പോകട്ടെ, അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ. ദുഷ്ടപിശാച് മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെണികള്, അപകടങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് കുറെ പേരുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എത്ര പ്രാവശ്യം വാചകം ഇങ്ങനെ വായിൽ നിന്ന് വരികയാണ്. അനർത്ഥങ്ങൾ വഴിമാറിപ്പോകട്ടെ, അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ. അവിടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വലിയൊരു ആത്മീക അന്തരീക്ഷം വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നു. ഏകദേശം ഒരു 10-25 മിനിറ്റോളം ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലെ മാതാവിന്റെ മകൾ വിചാരിച്ചു, ഞങ്ങൾ യാത്ര പറഞ്ഞു പോരുന്നു. പക്ഷെ ആ മാതാവിന്റെ മകൾ വിചാരിച്ചു, ദൈവമേ, ഇനി എന്താണ് ഒരു അനർത്ഥം വരുന്നത്? ഇനി എന്താണ് എന്റെ കുടുംബത്തിൽ ഒരു പ്രയാസം വരുന്നത്? എന്റെ മാതാവ് രോഗശൈലിയാണ്. ഹല്ലേലൂയ. ആ സിസ്റ്റർക്ക് ഹല്ലേലൂയ മനസ്സിന് വല്ലാത്ത ഭാരമായി. ആ സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, എന്തനർത്ഥങ്ങളാണെങ്കിലും അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ സിസ്റ്റർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ മറ്റൊരു ഭവനത്തിലേക്ക്, അവിടെ അടുത്തുള്ള ഒരു ഭവനത്തിലേക്ക് കയറിയപ്പോൾ സ്കൂളിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു.
നിങ്ങൾ എവിടെയാണ്? പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഇന്ന ഹോസ്പിറ്റലിൽ വരണം, കുഞ്ഞുങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നു. ഞങ്ങളുടെ മനസ്സ് വല്ലാതെ പതറിപ്പോയി. ഹല്ലേലൂയ. അവിടുത്തെ ആ വീട്ടിലെ അച്ചായൻ തന്നെ പറഞ്ഞു, നമുക്ക് പോകാം പാസ്റ്ററെ, ഞാൻ വണ്ടി എടുക്കാം. ഞങ്ങള് അവിടുന്ന് ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആംബുലൻസുകള് ഇങ്ങനെ ആദ്യം ഒരു ആംബുലൻസ് പോയി, അതിന്റെ പിന്നാലെ വേറൊരു ആംബുലൻസ് പോകുന്നു. ഹൃദയം വല്ലാതെ വേദന കൊണ്ട് പെടയ്ക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിറയെ ജനങ്ങളാണ്. ഞങ്ങൾ ഓടി അവിടെ കയറി. അവിടെ നോക്കുമ്പോൾ ആംബുലൻസില് 2 കുഞ്ഞുങ്ങളെ കിടത്തിട്ടിരിക്കുന്നതിൽ ഞങ്ങളുടെ മകളാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഓടിച്ചെന്ന് ആംബുലൻസിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ രക്തമാണ്. ഹല്ലേലൂയ. ഉടുപ്പ് ധരിച്ചിരുന്ന യൂണിഫോം ഒക്കെ കീറിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ചോദിച്ചു, മോളെ എന്താണെന്ന് ചോദിച്ചപ്പോ, മമ്മി എനിക്കൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ദേവനന്ദാന്ന് പറയുന്ന ഒരു മോള്, യേശുവിന്റെ നാമത്തില് കുഞ്ഞിന്റെ കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് സ്കൂളിൽ പോയൊരു കുഞ്ഞാണ് ഇത്. ഹല്ലേലൂയ. ചാനലൊക്കെ ന്യൂസിലൊക്കെ വന്നൊരു വാർത്തയാണ്. ഹല്ലേലൂയ. 2019 മാർച്ച് മാസം 1-ാം തീയതി നടന്ന സംഭവം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ എക്സാം കഴിഞ്ഞ് അവർ കുറച്ച് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ശകലം അങ്ങോട്ട് നടക്കണമായിരുന്നു. അവർ നടന്നു വരുന്ന സമയത്ത് ഹല്ലേലൂയ എതിർദിശയിൽ നിന്ന് ഒരു ഹല്ലേലൂയ വണ്ടി, പിക്കപ്പ് വാന്, അത് പുള്ളി ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഉറങ്ങിപ്പോയപ്പോൾ ഹല്ലേലൂയ നിയന്ത്രണം വിട്ട് ഈ 5 കുഞ്ഞുങ്ങളാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ 5 കുഞ്ഞുങ്ങളെയും ഇടിച്ചു തെറിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. കുഞ്ഞിന്റെ കരത്തി പിടിച്ചുകൊണ്ട് നടന്ന ദേവനന്ദ എന്ന് പറയുന്ന മകള് തൽക്ഷണം ആ സമയത്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വളരെ വേദനയോടെ ഞങ്ങൾ ഇന്നും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ കയ്യിലാണ് എൻ്റെ എക്സമോള് പിടിച്ചുകൊണ്ട് നടന്നത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഞങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് ഞങ്ങളുടെ അവിടെ അടുത്ത ചർച്ചിൽ വേറൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഒരു അച്ചായൻ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, പാസ്റ്ററെ, പിന്നീടാണ് ഇത് പറയുന്നത്, പാസ്റ്ററെ ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നു, ഞങ്ങൾ അവിടെ കടയിലായിരുന്നു, ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പാസ്റ്ററുടെ മകള് ആരോ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ കുഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാൻ തക്കണ്ടായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞ് വളരെ ദൂരം തെറിച്ചുപോയി. ഒരു മണലിലാണ്, അവിടെ കുറെ മുള്ളുകമ്പിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മുള്ളുകമ്പിൽ കൊണ്ടാണ് ഉടുപ്പെല്ലാം കീറിയത്. അവിടെ ആ മണലിൽ ആ കുഞ്ഞു വന്ന് വീണു. അല്ലെങ്കിൽ അവളെ ആരോ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ കുഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾ കാണുവാൻ തക്കവണ്ണമിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ അത് വേറെ ആരുമല്ല, സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽപ്പിച്ചതാണ് യേശുവിന്റെ നാമത്തില്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആത്മാവിൽ നിങ്ങൾ ഇതുവരെയും ആത്മാവിൽ പോരാടിയാണ് പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ലായിരിക്കാം, ഒരുപക്ഷെ ദേശത്തിന് വേണ്ടി, നശിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ സ്വർഗത്തിലോ ദൂതൻ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ദേശത്തിലോ ഹല്ലേലൂയ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. അന്ന് ഞങ്ങളുടെ വീട് ഒരു വിലാപ ഭവനമായി മാറേണ്ട ഭവനമായിരുന്നു. എങ്കിലും എവിടെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്നുവോ, അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ വരാമായിരുന്നു, അപകടങ്ങൾ വരാമായിരുന്നു, വലിയ പ്രതിസന്ധികൾ കടന്നു വരാമായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയുടെ മുഖത്ത് കാണുമോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം നമ്മളെ വെടിവെച്ചൊരു ദൈവമില്ലേ? അവിടെയെല്ലാം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ സഹായിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ വിടുതൽ അത് വലുതാണ് പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ നാമത്തില്
ഞങ്ങൾക്കതൊരു വലിയ സാക്ഷ്യമായി തീർന്നു. ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള ഒത്തിരി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം സംരക്ഷിച്ചു. ഹോസ്പിറ്റലിൽ നിറയെ ആ ജനങ്ങൾ കടന്നു വന്നു. ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞു ഭവനത്തിൽ വന്നപ്പോൾ ഒത്തിരി പേർ കടന്നു വന്നു. എല്ലാവർക്കും അത്ഭുതമാണ് കുഞ്ഞിന്. കാരണം 5 കുഞ്ഞുങ്ങളാണ് കടന്നു പോയത്. അതിലെ ആ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നു. കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചു. മുഖമൊക്കെ വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാൽ കുഞ്ഞുങ്ങൾ കടന്നുപോയി. അതിന്റെ മധ്യത്തില് ദൈവം നമ്മളെ സംരക്ഷിച്ചു, ദൈവം നമ്മളെ സൂക്ഷിച്ചു. യേശുവിന്റെ നാമത്തിൽ നമുക്കെതിരെ പോരാട്ടങ്ങൾ കടന്നു വരാം. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ പ്രവർത്തനത്തിനെതിരെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയ സമയം മുതൽ പല രീതിയിലും മാനസികമായും ശാരീരികമായോ തലമുറകളുടെ വിഷയത്തിലും ഒക്കെ പല രീതിയിൽ ശത്രുവായ പിശാച് ഞങ്ങൾക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണവിടെയായി തീർന്നു. ആത്മാവിലുള്ള പ്രാർത്ഥന വലിയ വിടുതൽ കൊണ്ടുവരുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 4:24 ഇപ്രകാരം ഒരു വചനമുണ്ട്. ശത്രുവായ പിശാച് ഹല്ലേലൂയ ജനത്തെ തകർക്കുവാൻ നോക്കിയപ്പോൾ അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വൃദ്ധമായത് നിരൂപിക്കുന്നതും എന്ത്? അല്ലേലും നമ്മൾക്കെതിരെ എത്ര ദുഷ്ടശക്തികൾ ആണിനിരുന്നാലും, എത്ര ഹല്ലേലൂയ ദുഷ്ടപിശാച് നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, നമ്മുടെ ദേശത്തിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്കെതിരെ ദുഷ്ടപിശാച് അവന്റെ തന്ത്രങ്ങൾ അഴിച്ചുവിട്ടാലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലനാണ് ജയം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലനാണ് ജയം. ഒരുമനപ്പെട്ട് ഐക്യതയോടെ എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ജയമുണ്ട്. പങ്കുവച്ചുള്ള പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിശ്ചയമായും വിടുതൽ കൊണ്ടുവരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ജോൺ വെസ്ലിയുടെ ഒരു വാചകം ഞാൻ ഇപ്രകാരം വായിക്കുവാൻ തക്കവണ്ണയായി തീർന്നു. ഭക്തനായ പ്രാർത്ഥനാ മനുഷ്യനായ ജോൺ വെസ്ലി ഇപ്രകാരം എഴുതി, പാപത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായ 100 പ്രാർത്ഥനാ വീരന്മാർ ഉണ്ടെങ്കിൽ അവർ പാതാള ഗോപുരങ്ങളെ ഇളക്കുകയും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ഒന്നും കൂടെ അത് പറയട്ടെ. പാപത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായ 100 പ്രാർത്ഥനാ വീരന്മാർ ഉണ്ടെങ്കിൽ അവർ പാതാള ഗോപുരത്തെ ഇളക്കുകയും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ജോൺ വെസ്ലിയുടെ വാക്കുകളാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ, പാപത്തെ ഭയപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ചിലരുണ്ടെങ്കിൽ പാതാള ഗോപുരങ്ങൾക്ക് പിന്നെ ഇളക്കം തട്ടു. അതവിടെ ഒതുങ്ങിയിരിക്കയില്ല, അത് അടങ്ങിയിരിക്കയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടവരുക തന്നെ ചെയ്യോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്രകാരം അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ജോൺ വെസ്ലി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ജോൺ വെസ്ലി ഹല്ലേലൂയ വളരെ ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു പട്ടണത്തിലൂടെ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. 100 കണക്കിന് ആളുകൾ ട്രെയിനിൽ ഹല്ലേലൂയ ഉള്ള ആ ട്രെയിനിൽ അദ്ദേഹം ഒരു പട്ടണത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയോടെയാണ് ആ ട്രെയിനിൽ ഇരിക്കുന്നത്. ആ യാത്രാ മധ്യത്തില് നിങ്ങൾക്ക് കേൾക്കണമോ, ഹല്ലേലൂയ ആ പട്ടണത്തിന്റെ ഇരു സൈഡിലുമായിരുന്ന ഒത്തിരി ജനങ്ങൾ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എനിക്ക് അങ്ങേ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിങ്കലേക്ക് ജനങ്ങൾ അവരുടെ ഭവനത്തിൽ നിന്ന്
പുറത്തു വരുവാൻ തക്കൊണ്ടിടയായി തീർന്നു. ആ ദേശത്ത് ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെന്ന് ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എവിടെയുണ്ടോ അവിടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. പിന്നീട് ജോൺ വെസ്ലിയുടെ അടുത്ത് ഹല്ലേലൂയ ചാനലുകാർ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ട്രെയിനിൽ അനങ്ങാതെയാണ് ഇരുന്നത്, നിങ്ങൾ ഒന്നും ചെയ്തില്ല, പക്ഷെ എങ്ങനെ ജനം ഇങ്ങനെ കടന്നു വന്ന് യേശു കർത്താവിനെ എനിക്ക് വേണം, കർത്താവിനുള്ള രക്ഷ വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾ മുഴങ്കാലുകൾ മടക്കുവാൻ ഒരുക്കമാണോ? അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടൂ. അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾക്ക് കടന്നു ചെല്ലാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവമുഖം അന്വേഷിപ്പാൻ നമ്മൾ തയ്യാറാകണം. എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യൂ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് എന്റെ കുഞ്ഞ് ഇന്ന് അവള് നഴ്സിംഗിന് പഠിക്കുന്നു. ഹല്ലേലൂയ. നഴ്സിംഗിന് സെക്കൻഡ് ഇയർ ആയി, ഇന്ന് പഠിക്കുന്നു. അവള് 2 ദിവസത്തെ വെക്കേഷൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ പ്രഭാതത്തില് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുകയാണ്. ദൈവം കുഞ്ഞിന്റെ ജീവിതത്തിൽ വലിയവയാണ് ചെയ്തത്. പലപ്പോഴും അവളെ തകർക്കുവാൻ അവൾക്കെതിരെ ദുഷ്ടപിശാച് പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവൾക്ക് ഹല്ലേലൂയ കോവിഡ് വന്നു. ആ പ്രയാസം അവളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. ആ സമയത്തും കർത്താവ് അവളെ സംരക്ഷിച്ചു. ഹല്ലേലൂയ. ഡെങ്കി പനി കടന്നു വന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, അത് കൂടിപ്പോയി. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. പക്ഷെ അവിടെയും ദൈവത്തിന്റെ കരം കുഞ്ഞിന് വേണ്ടി ഇറങ്ങി വരുവാൻ തക്കണിടയായിത്തീരുന്നു. ഇന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കുഞ്ഞ് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തെ കുഞ്ഞ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ആത്മാവിന്റെ അധികാരത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനൊക്കെ വേണം ദൈവം കുഞ്ഞിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നാസറേനായ യേശുവിന്റെ നാമത്തിൽ അവരെ സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൂതന്മാർ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇറങ്ങി വരൂ. കൊച്ചുമക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരും കേട്ടോ. തലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടപിശാച് കവർന്നു കൊണ്ടുപോകുവാ ദൈവം അനുവദിക്കയില്ല. ഈ കാലഘട്ടത്തിൽ അനേക യൗവനക്കാരെ, അനേക കുഞ്ഞുങ്ങളെ പിശാചിന്റെ ആ പൂണിയിൽ അവൻ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ തലമുറകളെ ദുഷ്ടപിശാച് ഒന്നും ചെയ്യുവാ ദൈവം അനുവദിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എന്റെ ആത്മാവിൽ ഇപ്രകാരം ഒരു പ്രേരണ ലഭിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരെ, നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്. ഒരു കുഞ്ഞിനെ കാണുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാസറേനായ യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവമേ, ഞങ്ങൾ പോലും അറിയാതെ കുഞ്ഞുങ്ങൾക്കെതിരായ പിശാച് കൊണ്ടുവരുന്ന സകല കെണികളിൽ നിന്നും, സകല തന്ത്രങ്ങളിൽ നിന്നും, അവന്റെ ഗൂഢാലോചനകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി മാറി പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതിനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരുക്കുന്ന സകല കെണികളിൽ നിന്നും, സകല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ വഴി മാറി പോകട്ടെ. നിയന്ത്രിക്കട്ടെ, നടക്കട്ടെ. നല്ല ഭാവിക്ക് വേണ്ടി നല്ല ഭാവി ഉണ്ടാകട്ടെ. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തില് ഈ കത്തനാടകത്തിൽ അവരെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. അലർജി സംബന്ധമായ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു നല്ല പേരുണ്ടാകട്ടെ. കേട് തീർക്കുന്നവനെന്നോ കൂടിയിരിപ്പാൻ പാർപ്പാൻ തക്കവണ്ണ പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനുമെന്നുള്ള പേർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഉണ്ടാകുവാൻ തക്കവണ്ണ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം ചെറിയൊരു ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയാണ് കർത്താവേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട് കർത്താവേ, വേദനയോടെ ഇരിക്കുന്നവരുണ്ട്. അവിടുത്തെ മക്കളെ ദൈവം സഹായിക്കണം, ദൈവം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി നിറയപ്പെടട്ടെ. ദൈവമക്കളായിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ മുറികളിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ കർത്താവെ. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഒരു പ്രാവശ്യം എല്ലാവർക്കും എന്റെ നന്ദി പറയുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം, വളരെ ചെറിയ ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയുന്നത്. സങ്കീർത്തനം 91-14 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സങ്കീർത്തനം 91-14. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം, കർത്താവിന്റെ നാമത്തെ അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എങ്ങും ഓടണ്ട. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ കഴിയുമോ? നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ നമ്മളൊന്ന് അറിഞ്ഞ് അവന്റെ നാമത്തെ ഉയർത്തിയാൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ 91 സങ്കീർത്തനം, ഈ സങ്കീർത്തനത്തിന് ഉടനീളം ഭക്തന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പെട്ടെന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാമധേയ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരൊക്കെ അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നാല്, ഒരു വേദന വന്നാല്, അല്ലെങ്കിൽ ഒരു പേടി വന്നാൽ, ഹല്ലേലൂയ, അവര് എടുത്ത് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് മനഃപാഠമായ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ആരെഴുതിയെന്നോ ഇതിന്റെ എഴുത്തുകാരനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യഹൂദ പണ്ഡിതന്മാരുടെ അഭിപ്രായം, സങ്കീർത്തനത്തിൽ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ മുമ്പിലത്തെ സങ്കീർത്തനം എഴുതിയ ആളിന്റെ പേര് അല്ലെങ്കിൽ നൽകാം എന്നൊക്കെ വേദ പണ്ഡിതന്മാര് ഇത് പറയും. നമുക്ക് പറയാത് മോശയായിരിക്കും ഈ സങ്കീർത്തനം എഴുതി എന്ന് നമുക്ക് അനുമാനിക്കാം. ആരെഴുതിക്കൊള്ളട്ടെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വാക്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അതിൽ ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമാണ്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. കോവിഡിന്റെ സമയത്തൊക്കെ ജനം ഹല്ലേലൂയ എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമായിരുന്നു ഈ സങ്കീർത്തനം. ഒത്തിരി പകർച്ചവ്യാധികളുള്ള സമയത്ത്, കോളറ വ്യാധിയുടെ കാലത്ത്, ഹല്ലേലൂയ, നല്ല സുരക്ഷ, നല്ല ഔഷധങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, ഹല്ലേലൂയ, മാരികൾ കടന്നു വന്ന സമയത്ത്, പകർച്ചവ്യാധികൾ കടന്നു വന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനം ആത്മാവിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ച് അനേകർക്ക് ജയം കൈവരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ടെന്ന് പല പുസ്തകങ്ങളിലൂടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ തക്കവണ്ണയായിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മളെ വിടുവിക്കുന്ന,
നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ കർത്താവിന്റെ വിടുതൽ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ചെറിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അല്ലെങ്കിൽ എൻ്റെ പിതാവ് കൃഷിക്കാരനായിരുന്നു, എൻ്റെ മാതാവ് കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് അങ്ങനെ കിട്ടുന്ന ആ നന്മ കൊണ്ടാണ് ഞങ്ങൾ ഉപജീവനം കഴിച്ചു പോകുന്നത്. ഞങ്ങൾ 4 മക്കൾ അടങ്ങിയ കുടുംബമാണ്. ഹല്ലേലൂയ. എൻ്റെ മാതാവ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഇന്ന് എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കി തന്നു. എൻ്റെ പിതാവ് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ മാതാവ് ഹല്ലേലൂയ ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മാതാവ് ഹല്ലേലൂയ ഒരു വളരെ വല്ലാത്തൊരു രോഗം മാതാവിനെ ബാധിച്ചു. വല്ലാത്തൊരു പനി, അത് നെഞ്ചിന്റെ അവിടെ ഒരു വലിയ ഒരു മുഴ പോലെ വന്നിട്ട് അത് ഇനി രക്ഷയില്ല. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ മാതാവ് കിടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഹല്ലേലൂയ ആര് വിടുവിക്കും, ആര് കരുതും, ഒന്നുമില്ല. അന്നത്തെ അവസ്ഥയാണല്ലോ. ഹല്ലേലൂയ ആങ്ങളമാരൊന്നും നോക്കാനില്ല. എൻ്റെ മാതാവിന്റെ മാതാവാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹല്ലേലൂയ മുടിയെല്ലാം ഊരി പോകുവാൻ തക്കൊണ്ട് നല്ല മുടിയുള്ള ഒരു മാതാവെന്ന് കേൾപ്പാൻ എനിക്ക് ഇടയായി തീർന്നത്. പക്ഷെ മുടിയെല്ലാം പോയി. അങ്ങനെ രോഗശൈലിയില് മരണത്തെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹല്ലേലൂയ ആശാരൂപദേശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആശാരൂപദേശി അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ സന്ദർശിച്ച സമയത്ത് എൻ്റെ മാതാവിന്റെ അടുക്കൽ കടന്നു ചെന്നു. മാതാവിനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. മാതാവിനടുത്ത് പറഞ്ഞു, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നിനക്ക് ഒരുക്കമാണോ എന്ന് ചോദിച്ചു. മാതാവ് പറഞ്ഞു, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ല മകളെ, നീ ഇന്ന് തീരുമാനമെടുക്കണം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ യേശുവിനെ വേണ്ടി ജീവിക്കും, ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന് ചോദിപ്പാൻ ഇടയായിത്തീർന്നു. അന്നത്തെ കാലത്തൊക്കെ ആശാരോപദേശിയൊക്കെ ഒരുവനെ കണ്ടാൽ നേരിട്ട് പറയും, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം എന്ന് തുറന്നു പറയും. ഇന്നത്തെ കാലത്താണ് നമുക്ക് പേടി. പെട്ടെന്ന് ഒരു വ്യക്തിയെ കണ്ടാൽ അവരോട് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തില്. അങ്ങനെ ആ മാതാവിനോട് പറഞ്ഞു. അപ്പൊ മാതാവ് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടോളാം, ഞാൻ സ്നാനപ്പെട്ടോളാം, എനിക്ക് വിടുതലാണ്. ആ രോഗശൈലിയിൽ കിടക്കുമ്പോൾ എങ്ങനെങ്കിലും ഒരു വിടുതൽ കിട്ടി കർത്താവിന് വേണ്ടി നിൽക്കണം, ഭവനത്തിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയാണല്ലോ. മാതാവ് പറഞ്ഞു, ഹല്ലേലൂയ എനിക്ക് സൗഖ്യം വേണം, ഞാൻ സ്നാനപ്പെട്ടോളാം, ഞാൻ പെന്തിക്കോസ്ത് ചർച്ചിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് ആ നിമിഷം ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. കർത്താവ് സൗഖ്യം കൊടുത്തു. ഡോക്ടർമാർക്ക് തന്നെ അതിശയം തോന്നുമാറ് ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അന്ന് ഭവനത്തില് അമ്മയുടെ അമ്മ പറഞ്ഞു, നീ ഇപ്പൊ വീട്ടിലൊന്നും പറയണ്ട, 2 ആങ്ങളമാരുണ്ട്, നീ ഇപ്പൊ വീട്ടിലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ ഹൃദയത്തില് ഹല്ലേലൂയ എനിക്ക് പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നുപോയി ആരാധിക്കണം. അവിടെ ഒരു ഷാഡോ ചർച്ചാണ് അടുത്തുള്ളത്. അവിടെ കടന്നുപോയി ആരാധിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ആദ്യത്തെ ദിവസം അമ്മ ആ ചർച്ചിൽ പോയിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ അമ്മയുടെ ആങ്ങളെ ചോദിച്ചു, അവളെന്തി എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. പള്ളിയിൽ പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ, പിന്നെ അവൾ എവിടെ പോയി എന്ന് ചോദിച്ചു. പിന്നെ ഹല്ലേലൂയ ആങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അമ്മ വന്നപ്പോൾ പറഞ്ഞു, അമ്മ സത്യം പറയുവാൻ തക്കനിടയായി തീർന്നു, ഞാൻ പെന്തക്കോസ്ത് ചർച്ചിൽ പോയി കുറെ അടി കൊണ്ടു, ഇനി മേല നീ പോകരുതെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് പോകണം, എന്നെ എത്ര അടി കൊണ്ടാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമെന്നുള്ള ആ ഒരു ഉറപ്പോടെ അമ്മ ആലയത്തിലേക്ക് കടന്നുപോയി. അവിടെ ഇരുന്ന് എൻ്റെ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, അന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ, കർത്താവേ ഞാൻ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ അടിക്കരുത്, ഞാൻ ഒത്തിരി വേദന സഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ അവിടുന്ന് പോരുവാൻ തക്കോണ്ടിടയായി തീർന്നു. ഹല്ലേലൂയ അമ്മ പോരുന്നപ്പോൾ ആങ്ങളെ അവിടെ ഇരിപ്പുണ്ട്, അല്പം മദ്യപിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ എവിടെ പോയി? ഹല്ലേലൂയ ഞാൻ പള്ളിയിൽ ചർച്ചിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അന്ന് അടിക്കുവാൻ ഊങ്ങിയ കൈ ഹല്ലേലൂയ അത് അടിക്കുവാൻ തക്കോണ്ടിടയായി തീർന്നില്ല. ഹല്ലേലൂയ പുള്ളി ദേഷ്യപ്പെട്ടിട്ട് എവിടെയോ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം.
അമ്മ ആദ്യമായി ആ കുടുംബത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആങ്ങളെയും അവരുടെ മക്കളും ഒക്കെ ദൈവസന്നിധി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന്. പ്രിയപ്പെട്ടവരെ, ആര് വില കൊടുക്കുവാൻ ഒരുക്കമാണോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ മാതാവ് വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നത്. എൻ്റെ മാതാവ് കൊണ്ട അടിയാണ്, എൻ്റെ മാതാവ് ഒഴുക്കിയ കണ്ണുനീരാണ്. അതുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തില് 4 മക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. മൂത്തത് ഒരു സഹോദരനാണ്. ഹല്ലേലൂയ. ജോലി ചെയ്തതിന് ശേഷം ഒരു ചേച്ചിയാണ്. അവർ കർത്താവിന്റെ വേലയിൽ അല്ലെങ്കിൽ വയൽ പ്രദേശത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ റീജ ബിജു എന്നാണ് എൻ്റെ ചേച്ചിയുടെ പേര്. അതിനുശേഷം വീണ്ടും ഒരു ചേച്ചിയുണ്ട്. അവർ ചെങ്ങന്നൂർ IPC ചർച്ചില് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ AG സഭയിൽ ഇവിടെ ഈ ദേശത്ത്, കണ്ണൂരിന്റെ ദേശത്തായിരിക്കുന്നു. വില കൊടുത്ത മാതാവിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ ഒത്തിരി സമ്പാദ്യങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിലോ, ഈ ലോകത്തിൽ ഒത്തിരി സുഖ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലോ, യേശു കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ പരം വേറെ ഒരു നന്മയുമില്ല, വേറെ ഒന്നുമില്ല. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ, ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് ഈ ദേശത്തെ എങ്ങനെയെങ്കിലും ഏതു വിധേനെങ്കിലും വിടുവിച്ച് കൊണ്ടുവരുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വിടുതൽ ഓരോ ദിവസവും അനുദിനമാണ് വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് ഒരിക്കലായിട്ടാണ് നടക്കുന്നത്. പക്ഷെ വിടുതൽ അനുദിനവും അനുദിനവും. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നടക്കാൻ പോകുന്ന പകൽക്കാലമാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിടുതലുകൾ നടന്നിട്ടുണ്ട്. പ്രിയ ഏലിയാമ്മയുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പല വിടുതലുകളിലൂടെ കർത്താവ് കൊണ്ടുപോയി. ചില അത്ഭുതങ്ങളിലൂടെ കർത്താവ് ആദ്യം കൊണ്ടുപോയ നിമിഷങ്ങളുണ്ട്. പ്രിയരെ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കാൻ പോകുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമാണ്. പ്രാർത്ഥനയിൽ ശക്തിയോടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഏതിൽ നിന്നൊക്കെ വിടുവിക്കും. ചില പ്രത്യേക വിഷയത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ചെറിയൊരു ചിന്ത ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ദൈവം നമ്മെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 34-ന്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സങ്കീർത്തനം 34-ന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല. ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ നീതിമാന്റെ ജീവിതത്തിൽ ചില വിടുതലുകളാണ് അല്ലെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദൈവം നമ്മളെ ഏതിൽ നിന്നൊക്കെ വിടുവിക്കുന്നു? ത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ, എൻ്റെ കുഞ്ഞിന്റെ സാക്ഷി ഞാൻ പറഞ്ഞല്ലോ, അല്ലെ വലിയ അനർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു, എങ്കിലും അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചത് ഹല്ലേലൂയ നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം തീർന്നു. വലിയ അനർത്ഥത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഹല്ലേലൂയ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, ഹല്ലേലൂയ, എങ്കിലും അതിനെല്ലാം ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അല്ലെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് ദൈവ പൈതലായി ഇനി അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വരികയില്ല എന്നല്ല. അനർത്ഥങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ്
വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ തന്നെ കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളും കഷ്ടങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് നമുക്ക് 100 മടങ്ങ് പ്രതിഫലം തരാമെന്ന് അരുളി ചെയ്ത ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതം പഠിച്ചാൽ ഹല്ലേലൂയ വലിയ കഷ്ടത്തിൽ ഇയ്യോബായി തീർന്നു. ഹല്ലേലൂയ ഇയ്യോബിനെ നമുക്ക് ചിന്തിച്ചാൽ വളരെ ഭക്തനായ, ദോഷം വിട്ടകലുന്ന ഭക്തനായ, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. ഹല്ലേലൂയ. പക്ഷെ ഇയ്യോബ് ഭയപ്പെട്ടു. യോബ് എന്താ ഭയപ്പെട്ടത്? യോബിന്റെ പ്രാരംഭ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്റെ മക്കൾക്ക് ആപത്ത് വരുമോ, അവർ ആഘോഷിക്കുമ്പോൾ, അവർ കൂടി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു, യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ യോബ് എന്ത് ചെയ്തു? യാഗം അർപ്പിക്കാൻ തുടങ്ങി. ഓരോ മക്കൾക്ക് വേണ്ടി ഓരോ യാഗങ്ങൾ കഴിപ്പാൻ തക്കോണം ഇടയായിട്ട് നമ്മുടെ ഭയം, നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങൾ അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദാവീദ് പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന് ദാവീദ് പറയുവാൻ തക്കണിടയായിത്തീർന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മളെ അല്ലെങ്കിൽ തകർത്തു കളയും. ഭയം നമ്മളെ അല്ലെങ്കിൽ ഉന്മൂലം നാശം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഭയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തില് ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഭയം കൊണ്ട് നിറയപ്പെട്ടൊരു ലോകമാണ്. എവിടെയും സമാധാനമില്ല, എവിടെയും സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. വിശ്വാസികൾ എന്ന് പേര് പറയുന്നവർ പോലും ഹല്ലേലൂയ ഭയപ്പെട്ട് ഭീതിയോടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ വചനമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ്. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ട ദൈവമക്കളാണ്. നമ്മുടെ പാതയിൽ കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറയപ്പെട്ട ഒരു പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ലോകത്തിന് എന്ത് ഭവിക്കുമെന്ന് ഇന്ന് ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലും അനവധി പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഹല്ലേലൂയ ഭീതിജനകമാക്കുന്ന അവസ്ഥകളും നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണത്തില് ജനം വല്ലാതെ ഭീതിയോടെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നാളെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൂടാന്നില്ല. അല്ലെങ്കിൽ കടന്നു പോകേണ്ട വന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളണം. അല്ലെങ്കിൽ പല സഭകളിൽ ഇന്നലെ ആരാധനയ്ക്ക് വളരെ ശക്തമായി ജമ്മു കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ പഞ്ചാബിൽ ഹല്ലേലൂയ ഒരു ഉണർവിനെ അയച്ച ദൈവം അവിടെ അനേക ക്രിസ്ത്യൻ പള്ളികൾ ഉടലെടുക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ജമ്മു കാശ്മീർ നോക്കുമോ ക്രിസ്ത്യാനികൾ വിരലിൽ എണ്ണുന്ന അത്ര ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രപോലെ കുറച്ച് ആൾക്കാരുള്ള സ്ഥലമാണ്. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദൈവ പ്രവൃത്തി ആ ദേശങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, അവിടെ സഭകൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തോക്ക് ചൂണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ അവരുടെ ആ വാചകം
ചൊല്ലണമെന്ന് പറഞ്ഞ് അത് ഞാൻ ഒരു ന്യൂസിൽ കേട്ടത്, ഒരു ഹിന്ദുവായ ഒരു മാഷ് അത് ചൊല്ലി രക്ഷപ്പെട്ടെന്ന് കേട്ടു. പ്രിയരെ, ഞാനത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ്, ദൈവമേ, നാളെ എൻ്റെ മുമ്പിൽ നിന്ന് യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ നാമം ചൊല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണ് ധൈര്യത്തോടെ ആ തോക്കിന് മുമ്പാകെ നിൽക്കാൻ കഴിയുന്നത്? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദിവസങ്ങളിൽ വളരെ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ അനേക ഭക്തന്മാർ കർത്താവിന് വേണ്ടി നിലകൊണ്ടവരാണ്, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അന്ത്യത്തോളം നിലനിൽപ്പാനുള്ള ഒരു ദൈവ കൃപ കർത്താവ് എനിക്ക് നൽകി തരണം. കർത്താവ് നമ്മളെ വിടിവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. എത്ര വിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ നമുക്കെതിരെ കടന്നു വന്നാലും അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ വാസ്തവമായി ഉറപ്പോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എബ്രായ ബാലന്മാർ, അവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഒരു പ്രതിസന്ധി കടന്നു വന്നു. ഹല്ലേലൂയ, നിങ്ങൾ ബിംബത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഞാൻ എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഞങ്ങളുടെ നസ്രയനായ സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ സർവശക്തനായ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ ഞങ്ങൾ ആരാധിക്കയില്ല, നമസ്കരിക്കയില്ല എന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർക്ക് പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ അത് ധൈര്യത്തോടുള്ള വാക്കുകളായിരുന്നു, അത് ഉറപ്പോടുള്ള വാക്കുകളായിരുന്നു. ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ലോകത്തിൽ ഒരു ബിംബത്തെ ഞങ്ങൾ ആരാധിക്കയില്ല, നമസ്കരിക്കയില്ല എന്ന് അവർ വായു കൊണ്ട് ഏറ്റു പറഞ്ഞു. കർത്താവിന്റെ നാമത്തെ അവർ ഉയർത്തുവാൻ തക്കവണ്ണമിടയായി തീർന്നു. കർത്താവിന്റെ നാമത്തെ അത്രേ ജനങ്ങൾ ഒരു രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ രാജാവിന്റെ മുമ്പാകെ അവർ ഏറ്റു പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. അവർക്ക് എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ അവരെ പിടിച്ച് ആ തീക്കുണ്ടത്തിൽ ഇട്ട് കളഞ്ഞവർ പോലും അവർ ഹല്ലേലൂയ അഗ്നിക്കിരയായ സമയത്ത് യേശുവിന്റെ നാമത്തിൽ വളരെ വേദനയുടെ നടുവിലും തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി നാലാമനായി ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തില് ചൂടാരാബാര റീഖരാദാരാബ ശാന്തരാജരഹസ്യ റീഖം ധരാജരഹസ്യ. അഗ്നിശോധനയുടെ നടുവിൽ നമ്മൾ തനിച്ചല്ലാകുന്നത് കേട്ടോ. അഗ്നിശോധനയുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നാലാമനായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അത് ആരും കാണാതെയല്ല ഇറങ്ങി വരുന്നത്, അത് ജനം കാണത്തക്കവണ്ണം, നിന്റെ കുടുംബത്തിലെ വ്യക്തികൾ കാണത്തക്കവണ്ണം, നിന്റെ സഭ കാണത്തക്കവണ്ണം, ദേശം കാണത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ചില വിടുതലുകൾ ഓരോ കുടുംബത്തിൽ ഇറങ്ങി വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി മുറുകെ പിടിച്ചു കൊള്ളണം. ഈ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഈ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ്, ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി ഇറങ്ങി വരൂ. എത്ര കഠിന ശോധനയുടെ നടുവിലായിരുന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്, ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിലും ഹല്ലേലൂയ. ഒരു ദൈവദാസന്റെ മെസ്സേജ് ഞാൻ ഇപ്രകാരം കേൾപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് അത് ഓടി വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം ആ സാക്ഷ്യം പറയുന്നത്. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരുതൽ ആർക്കും കടന്നു വന്ന് സഹായിക്കാൻ കഴിയാത്ത മേഖലകളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, അത് കഴിഞ്ഞ നാളുകളിൽ പുരാതന കാലങ്ങളിൽ അല്ലെങ്കിൽ വചനത്തിലെ മാത്രം കാര്യങ്ങളല്ല, ഇന്നും നമ്മുടെ നാട്ടിൻ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു
സംഭവമാണ്. അല്ലെങ്കിൽ എനിക്ക് സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയില്ല, പത്തനംതിട്ടയാണോ റാന്നിയാണോ എന്ന് എനിക്ക് അറിയില്ല. അവിടെ ഒരു പാവപ്പെട്ട ഒരു മാതാവ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ നിൽക്കുന്ന, ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. ആ മാതാവിന് എനിക്ക് തോന്നുന്നു ഒരു 11 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വീടിന് ചുറ്റുപാടും ഒത്തിരി വീടുകളൊന്നുമില്ല, അതായത് കുറച്ച് അകലെയൊക്കെയാണ് വീടുകളുള്ളത്. അപ്പൊ മാതാവ് രാവിലത്തെ പണിയെല്ലാം കഴിച്ചിട്ട് ഹല്ലേലൂയ, മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. അവർ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവർ പ്രാർത്ഥിക്കുക റൂമിൽ കടന്നുപോയി. കുഞ്ഞ് ആ സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ ഇങ്ങനെ ആയിരുന്നു. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഹല്ലേലൂയ. അവിടെയെല്ലാം അന്വേഷിച്ചു, കുഞ്ഞിനെ കാണുന്നില്ല. അവരുടെ വീടിന്റെ മുമ്പാകെ ഒരു കിണറുണ്ടായിരുന്നു. നല്ല ആഴമുള്ള ഒരു കിണറായിരുന്നു. ആ കിണറില് ഏകദേശം പകുതിയോളം വെള്ളമുണ്ടായിരുന്ന ഒരു കിണറായിരുന്നു. ആ കിണറ്റിലേക്ക് ആ മാതാവ് നോക്കുമ്പോൾ കാണാം കുഞ്ഞ് വെപ്രാളൊക്കെ കൈകാലുകളിട്ട് അടിക്കുകയാണ്. രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് കുഞ്ഞ് കൈകാലുകളിട്ട് അടിക്കുന്നു. മാതാവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അടുത്തങ്ങനെ അധികം ആളില്ലായിരുന്നു. പക്ഷെ കുറച്ചപ്പുറമായിട്ടാണ് ഒരു വീടുള്ളത്. മാതാവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒത്തിരി കരഞ്ഞു. അങ്ങോട്ട് ഓടി ഇങ്ങോട്ടൊക്കെ ഓടി. മാതാവ് കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞ് ഹല്ലേലൂയ ഒന്ന് പൊങ്ങി വരുമ്പോൾ ഹല്ലേലൂയ പടിയിലൊക്കെ പിടിക്കാൻ നോക്കുന്നു. ഒന്ന് പൊങ്ങി വന്ന സമയത്ത് മാതാവ് പറഞ്ഞു, മോനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, നീ സ്തോത്രം പറ, നീ ദൈവത്തെ ആരാധിക്കുക, ഹല്ലേലൂയ പറ, സ്തോത്രം പറന്ന് ആ മാതാവ് പറയുവാൻ തക്കണിടയായി തീർന്നു. പെട്ടെന്ന് ആരോ കേട്ടു വന്നു. ഫയർഫോഴ്സിനൊക്കെ വിവരം അറിയിച്ചു. കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പറയാൻ തുടങ്ങി. മാതാവ് അവിടെ നിന്ന് കരയ്ക്കുന്നുകൊണ്ട് സ്തോത്രം പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ കടന്നു വന്ന് അവർ കിണറ്റിലേക്ക് നോക്കുമ്പോൾ നടന്ന ഒരു അത്ഭുതമാണ് പ്രിയ ദൈവ മക്കളെ. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞ് ഹല്ലേലൂയ ഉണങ്ങിയ നിലത്ത് നിൽക്കുന്നതായി അവിടെയുള്ളവരെല്ലാം കണ്ടു. യേശുവിന്റെ നാമത്തില് ആ കിണറിന്റെ പകുതിയോളം വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം എങ്ങോട്ട് പോയെന്നറിയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അത് ബൈബിളിൽ മാത്രമല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ എവിടെ പ്രാർത്ഥിക്കുന്ന ജനമുണ്ടോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവരെ കർത്താവ് ഇറങ്ങി വന്നു, ദൂതന്മാർ ഇറങ്ങി വന്ന കിണറിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി വന്നു. ആ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് അവർ നിലവിളിച്ചു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ കഷ്ടത ദൈവം കണ്ടു, അവരുടെ ദുഃഖം ദൈവം കണ്ടു. യേശുവിന്റെ നാമത്തില് ദൈവം തന്റെ ദാസനിലൂടെ മോശയിലൂടെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കഷ്ടതകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരെന്നെ സഹായിക്കും, ആരോടെന്നെ സങ്കടം പറയുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് കഴിയുന്ന ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവം, നമ്മളെ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ വിടിവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ ദൈവം എന്നെ വിടിവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തില് പത്രോസിനോട് ചോദിക്കാം, ഹല്ലേലൂയ, പത്രോസെ ആരാ നിന്നെ വിടുവിക്കുന്നത്? ആരുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജന റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വിടുതൽ അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
കാരാഗ്രഹത്തിന്റെ അകത്ത് ചെന്ന് ദൂതൻ ഇറങ്ങി പത്രോസിനെ പിടിച്ച് കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നൊരു ദൂതനുണ്ട്. റീഖാബാരാധര നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൂതൻ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് പകൽ നടക്കേണ്ട ചില വിഷയങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ഭാരപ്പെടുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ ചെയ്യേണ്ടത്. സ്തോത്രത്തോടെ സ്തുതികളോടെ സ്തുതിക്കുന്നവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. യേശുവിന്റെ നാമത്തില് കാരാഗ്രഹത്തിൽ സ്തുതി ഉയർന്നപ്പോൾ ഹല്ലേലൂയ പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണിടയായി തീർന്നു. അവർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്, അവരെ വിടിവിച്ചൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഞെരുക്കത്തിന്റെ മധ്യത്തില്, നമ്മുടെ ഭാരത്തിന്റെ മധ്യത്തില്, നമ്മുടെ വേദനയുടെ മധ്യത്തില് നമ്മളെ വിടിവിക്കുന്നൊരു ദൈവം, നമ്മളെ മാനിക്കുന്ന ദൈവം, നമ്മളെ ഉയർത്തുന്നൊരു ദൈവം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കാം. ഈ ദൈവം എന്നും നമ്മുടെ ദൈവമാണ്. ഈ ദൈവം നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവനെ ഉയർത്തും. കർത്താവിന്റെ നാമത്തെ അറിയുന്നവരെ കർത്താവ് ഉയർത്തും. വിശ്വസ്തയോടെ നേരോടെ നിഷ്കളങ്കതയോടെ ദൈവം മുമ്പാകെ നടക്കുന്ന, ദൈവം മുമ്പാകെ ആയിരിക്കുന്ന തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവമാണ്, തന്റെ ജനത്തെ ഉയർത്തുന്ന ദൈവമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കാം. യേശുവിന്റെ നാമത്തില് ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തില് എനിക്കൊരു വിടുതൽ വേണം കർത്താവേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, കർത്താവ് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ ഹല്ലേലൂയ മാനിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, മരണം വിട്ടുയർത്തുവന്ന മശിഹാ തമ്പുരാൻ മാനവരാശിയോട് ആദ്യമായി ചോദിച്ചൊരു ചോദ്യമാണ്, സ്ത്രീയെ നീ എന്തിന് കരയുന്നു? ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനോട് ഹല്ലേലൂയ ഇന്നും ദൈവത്തിന് ചോദിക്കുവാനുള്ള ചോദ്യമാണ്, എന്തിന് നിങ്ങൾ ഭാരപ്പെടുന്നു? എന്തിന് കരയുന്നു? നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വിടുവിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവമക്കളെയോ ഹല്ലേലൂയ വിടുവിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. എന്നെ വിടുവിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്റെ വിഷയത്തിന് മറുപടി നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, പത്മോസിന്റെ ഏകാന്തതയിൽ അല്ലെങ്കിൽ യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവോ, ചില ഏകാന്തതകൾ അനുഭവിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഏകാന്തതയിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ ദൈവ മക്കളെ ഞാൻ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, തന്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. കർത്താവെ, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ദൈവ ജനത്തെ വിടുവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അപ്പച്ച. ദൈവമേ, ഞാൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം, അഗ്നിശോധനയിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം, ചെങ്കടലിന്റെ മധ്യത്തില് ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം, തന്റെ ജനത്തെ ഉണങ്ങിയ നിലത്തൂടെ നടത്തിയ ദൈവം,
ഇവിടെ അനുഭവത്തില് ദൈവമേ ഞങ്ങൾക്ക് മധുരമുള്ള വെള്ളം തന്ന ദൈവോ ദീപാരാഭാഷ തന്റെ ജനത്തെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. വിശേഷാൽ ഈ പ്രയർ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ വിശേഷ ദൈവ കൃപയോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ തന്റെ ജനത്തെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലഭിച്ച അവസരത്തിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.